നമസ്കാരം, പവർ മോട്ടറിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മാരുതി സുസുക്കിയുടെ പുതിയ ഫീച്ചർ ആയിട്ടുള്ള സുസുക്കി കണക്ട്. അത്ര പുതിയൊന്നുമല്ല, എന്നാലും ഏകദേശം ഒരു 1-2 വർഷത്തിനുള്ളിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീച്ചറിൽ ഏകദേശം 40-ലധികം ഫീച്ചേഴ്സ് ഉണ്ട്. വണ്ടി നമ്മുടെ അടുത്തില്ല എങ്കിൽ പോലും, വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ പോലും അയാൾ എവിടെ പോകുന്നു, അതുപോലെ തന്നെ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ അതിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വണ്ടി ലോക്ക്ഡ് ആണോ അൺലോക്ക്ഡ് ആണോ, ഡോർ തുറന്ന് കിടക്കുന്നുണ്ടോ, ഡോർ അടച്ചാണ് ഇട്ടിരിക്കുന്നത്, അതുപോലെ ഹെഡ്ലൈറ്റ് ഓൺ ആണോ ഹെഡ്ലൈറ്റ് ഓഫ് ആണോ എന്നിങ്ങനെ 40-ൽ-അധികം ഫീച്ചേഴ്സ് അറിയാൻ കഴിയുന്ന സുസുക്കി കണക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സുസുക്കി കണക്റ്റ് ആദ്യമായിട്ട് ഫോണിൽ നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യും, എങ്ങനെ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് അതിനുശേഷം ഇതെങ്ങനെ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജാണിത്. അപ്പോൾ അതിലെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ കയറിയിട്ട് സുസുക്കി കണക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കും, അതുപോലെ പാസ്വേഡ് ചോദിക്കും. പക്ഷേ നമ്മളിത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് താഴെ ന്യൂ ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫുൾ നെയിം, ഇമെയിൽ, ഫോണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് അഗ്രി ചെയ്ത ശേഷം ജനറേറ്റ് OTP കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP കിട്ടും. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുക. ആ OTP എൻ്റർ ചെയ്ത ശേഷം നമ്മളോട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു അപ്പർ കേസ് ഉണ്ടായിരിക്കണം, അതുപോലെ 8 ക്യാരക്ടേഴ്സ് ടോട്ടൽ ഉണ്ടായിരിക്കണം, ഒരു ലോവർ കേസ്, പിന്നെ ഒരു ന്യൂമറിക്, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, എങ്കിലേ പാസ്വേഡ് അക്സെപ്റ്റ് ആവുള്ളൂ. ദെൻ ഡൺ കൊടുക്കുക. ദെൻ അതിനുശേഷം അപ്പോൾ ആക്ടിവേറ്റ് ആയി, സക്സസ്ഫുള്ളി ആക്ടിവേറ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ലോഗിൻ ചെയ്യാം. നമ്മളുടെ ഫോൺ നമ്പറും ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് ചോദിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യാം. അതല്ലാതെ പിന്നീട് ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ വണ്ടി ഏതാണെന്നുള്ള കാണിക്കും. അതിൻ്റെ വിൻ നമ്പർ അഥവാ ചേസിസ് നമ്പർ മുഴുവനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ കൊടുക്കാം. വെരിഫൈ കൊടുത്ത ശേഷം ഒരു പിൻ സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ പിൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ തവണ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ പിന്നായിരിക്കും ഇനി ചോദിക്കാം. വീണ്ടും പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൺ കൊടുക്കാം. 4 ഒരു നമ്പറാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. സോ ഇനി വണ്ടി നമ്മൾ ഇതിനകത്തേക്ക് കണക്റ്റ് ആയിരിക്കുന്ന അപ്ഡേറ്റ് ചെയ്ത് വരും. വണ്ടിയുടെ ഡോറൊക്കെ തുറന്നെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഹോം പേജിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഇനി സുസുക്കി കണക്റ്റിൻ്റെ ഓപ്പറേഷൻസിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫോണിൽ ലോഗിൻ ചെയ്യുകയോ മറ്റൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഞാൻ ഐപാഡിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ ഈ വീഡിയോ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഐപാഡിൽ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ലോ ഫ്യൂവലാണ് എന്നുള്ളൊരു അലർട്ട് അവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ മുകളിൽ ബാറ്ററി, പിന്നെ ലോക്കഡാണ്, അതുപോലുള്ള കുറച്ച് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. താഴെ ഹോം, പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇനി അതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് റിമോട്ട് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ആരോ നിങ്ങൾക്ക് കാണാം. ആരോയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ ഹെൽത്ത്, വണ്ടിയുടെ വെഹിക്കിൾ ഹെൽത്ത് കാണിക്കും. എയർ ബാഗ്, ബ്രേക്ക്, പവർ ട്രെയിൻ, സ്റ്റിയറിംഗ്, ഇതെല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ബാക്ക് പോകുന്നു. ദെൻ നമുക്ക് ഹസാർഡ് ലൈറ്റ്സ് ഒന്ന് ഓണാക്കാം. ഒരു പിൻ അടിച്ചു കൊടുക്കണം. ഓക്കെ, പിൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്നും റിക്വസ്റ്റ് പോവും. വണ്ടിയുടെ സിം കാർഡ് അതിലേക്കാണ് ചെല്ലുക. റിമോട്ട് ആക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണാം. അത് കഴിഞ്ഞത് ഓണാവും. 20 സെക്കൻഡ് നേരത്തേക്കാണ് ഓണാവുക. ഇതായിപ്പോൾ ഓണായതായിട്ട് നിങ്ങൾക്ക് കാണാം. ഹസാർഡ് ലൈറ്റ്സ് ഓണായിട്ടുണ്ട്. 20 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഫീച്ചർ ഇതാണ്. ഇനി മറ്റൊരു ഫീച്ചർ ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുന്നതാണ്. ഹെഡ്ലൈറ്റ്സ് ഓഫ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാനില്ല. ഹെഡ്ലൈറ്റ് ഓണായി കിടക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രസ് ചെയ്ത് നമുക്കത് ഓഫാക്കാൻ പറ്റും. ഓക്കെ, നിലവിലിപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അലാം ഓണാക്കാം. അതിനുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അലാം
സോ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ഇനി അലാം അടിക്കും. ഇതാ അലാം അടിച്ചു. നമുക്കിവിടെ തന്നെ ഓഫ് ചെയ്യാൻ പറ്റും. സോ അലാം ഞാനിവിടെ ഓഫ് ചെയ്തു. ഓഫായിട്ടുണ്ട്. ഓക്കെ, ലോക്ക് ക്യാൻസലിങ് ഞാൻ പലതവണ നോക്കിയിരുന്നു, പക്ഷെ അത് ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ വർക്ക് ചെയ്തതാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. ഇന്നിപ്പോൾ അതാവുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, റിക്വസ്റ്റൊക്കെ വരുന്നുണ്ട്, ചെയ്ത് നോക്കാം. ആവുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ ആയിട്ടുണ്ട്, ലോക്കായിട്ടുണ്ട്. പക്ഷേ അൺലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് ആയില്ല. ഇന്നലെ ചെയ്തപ്പോൾ ആയിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ നോക്കിയിട്ട് അത് ആവുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, എ സിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എ സി ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സി എനിക്കൊരു ടെമ്പറേച്ചർ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ വണ്ടിയിലേക്ക് വന്ന് കയറും. വണ്ടി നല്ല വെയിലത്താണ് കിടക്കുന്നത്. വണ്ടിയുടെ അകത്ത് ഞാൻ എത്തുമ്പോഴേക്കും ഒന്ന് കൂളാക്കി ഇടണം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എ സിയുടെ ഓപ്ഷൻ എടുത്തിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്റ്റാർട്ടാവും. ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം ഞാൻ എപ്പോഴെങ്കിലും വണ്ടി അൺലോക്ക് ചെയ്ത് വണ്ടി ഇപ്പോൾ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ആ ടെമ്പറേച്ചറിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത് വണ്ടി. ഇനി ഞാൻ ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ഇനി വണ്ടിയുടെ അടുത്തേക്ക് എത്തി വണ്ടി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓഫ് ആവുകയും ചെയ്യും. വണ്ടി ഓഫായി. വണ്ടി ലോക്കായി കിടക്കുമ്പോഴാണ് എ സി ഫംഗ്ഷനിൽ നമുക്ക് ഇത് ഓണാക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് റിമോട്ട് എ സി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മാനുവൽ വണ്ടികളിൽ ഇതുണ്ടാവില്ല. ദെൻ ലെഡ് ബാറ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബാറ്ററിയുടെ ഹെൽത്ത്, എത്ര വോൾട്ടേജ് ആണ് ഇപ്പോൾ ബാറ്ററിയിലുള്ളത്, ബാറ്ററിയുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നിങ്ങനെയൊക്കെ കാണിക്കുന്നൊരു ഫംഗ്ഷനാണത്. വോൾട്ടേജ് 12.7 ആണ്. ബാറ്ററി ഇൻ ഹെൽത്തി കണ്ടീഷനാണ്. ഓക്കെ, അടുത്തത് വാലെ അലർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ വണ്ടി വേറൊരാൾക്ക് കൊടുത്തു വിടുകയാണ്. നമ്മളൊരു വാലെ പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തു വിടുന്ന സാഹചര്യത്തിൽ അയാൾ എത്ര കിലോമീറ്റർ ദൂരെയാണ് പോകുന്നത്, എ സി ഐഡ്ലിംഗ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു അലർട്ട് നമുക്ക് മെസ്സേജായിട്ട് ഫോണിലേക്ക് വരും. ഇപ്പോൾ വാലെ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അയാൾ ഒരുപാട് ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. 1 കിലോമീറ്റർ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. 10 കിലോമീറ്റർ വേണമെങ്കിൽ 10 കിലോമീറ്റർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വണ്ടി വേറെ ആൾ കൊണ്ടുപോയി അതെവിടെയാണെന്ന് അറിയണമെങ്കിൽ ഇതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ അറിയാം. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ വേറെ ആൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ വരാം, ഇത് ഇവിടം വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മുടെ വണ്ടികൾ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവരെവിടെ പോയി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ട്രിപ്പ് നമുക്കറിയാൻ സാധിക്കും. ലാസ്റ്റ് എവിടേക്കാണ് വണ്ടി ഓടിയത്, ലാസ്റ്റ് 5 ട്രിപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു ടൈം വെച്ചിട്ട് രാവിലെ 10-നും 10:15-നും ഇടയ്ക്ക് എവിടെയാണ് പോയത്, ദെൻ 9:56-നും 9:59-നും ഇടയ്ക്ക് പോയത്, ദെൻ അതിന് മുന്നേ 9:30-ക്കും 9:36-നും ഇടയിൽ. അപ്പോൾ അങ്ങനെ ഒരു 3-4 എണ്ണം നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ ഡ്രൈവിംഗ് അനാലിസിസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇവിടെ. ഡ്രൈവിംഗ് അനാലിസിസിൽ നവംബർ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചത്തെ ഡ്രൈവിംഗ് അനാലിസിസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 26 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത്, 8 ട്രിപ്പ്, 64 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് പോയിട്ടുള്ളത്. ആവറേജ് സ്പീഡ് 18.2 ആയിരുന്നു. ട്രാവൽ ടൈം കാര്യങ്ങളൊക്കെ കാണാം. ഇനി സ്കോർ അനാലിസിസ് ഉണ്ട്. ഓവറോൾ ഡ്രൈവിംഗ് സ്കോർ 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡാണ്. 67-ൻ്റെ മുകളിൽ സ്കോർ വന്നു കഴിഞ്ഞാൽ ഗുഡ് എന്നാണ്. സ്മൂത്ത് ഡ്രൈവിംഗ് ആണോ, ഹാർഷ് ബ്രേക്കിംഗ്, ഹാർഷ് ആക്സലറേഷൻ, ഫ്രീക്വൻ്റ് ആക്സലറേഷൻ ആൻഡ് ബ്രേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് ഈ പറയുന്ന സ്മൂത്ത് ഡ്രൈവിംഗ് ആണെന്ന് ചെക്ക് ചെയ്യുക. ദെൻ അതുപോലെ സ്മൂത്ത് ടേണിംഗ് ആണ്, ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടോ ടേണിങ്ങിന് മുന്നേ, ഹാർഷ് ആയിട്ടുള്ള ടേൺ ആണോ, ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ടേണിങ്ങിന് ശേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ സേഫ് ഡ്രൈവിംഗ്, ഓവർ സ്പീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ഡ്രൈവിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് അലേർട്ട്സ് ആണ്. എമർജൻസി അലേർട്ട് നമുക്കിവിടെ കൊടുക്കാം. അലേർട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ടോവ് അവേ അലേർട്ടൊന്നും വന്നിട്ടില്ല. അതായത് വണ്ടി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് ടോവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ സാധിക്കും. ദെൻ ജിയോ ഫെൻസ് അലേർട്ടൊന്നും വന്നിട്ടില്ല. ദെൻ ഹസാർഡ് ലൈറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിരിക്കുന്നതും മറ്റുമൊക്കെയാണ് ഇവിടെ
കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോറൊക്കെ തുറന്നെടുക്കുകയാണെങ്കിൽ ആ ഡോറ് കാണിക്കും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓണായി കിടക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നത് കാണിക്കും. നമുക്ക് ഓഫ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ അത് ചെയ്തിട്ടും ആവുന്നില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ചെയ്തപ്പോൾ അതൊക്കെ ആയിരുന്നു, ക്ലിയറായിട്ട് വർക്കായിരുന്നു. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. എനിവേ, ഇപ്പോൾ ഇതിൽ ഏകദേശം 40ഓളം ഫീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ഒന്ന് ഈ AC ഐഡ്ലിങ്, പിന്നെ വണ്ടിയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് അറിയേണ്ടി വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അലേർട്ട്സ് കിട്ടും എന്നുള്ളതും കൂടിയാണ് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട.